ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ അങ്ങനെ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകാൻ വേണ്ടി വീടിന് പുറത്തിറങ്ങിയിരിക്കുവാണ് കേട്ടോ. എന്തിനാന്നല്ലേ, മോളെ വിളിക്കാൻ വേണ്ടി പോവാണ്. 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് മോളെ കാണാൻ പോകുന്നത്. മോള് ജോർജിയയിലെ MBBS സ്റ്റുഡന്റ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കറക്റ്റ് 1 മണിക്ക് തന്നെ ഇറങ്ങി. 4 മണിയാകുമ്പോൾ മോളെ എയർപോർട്ടിൽ എത്തുമെന്നാണ് അറിയിച്ചത്. അതനുസരിച്ച് ഞങ്ങൾ ഹൈവേ കൂടെ കയറാതെ, നമ്മുടെ വീട് ആലപ്പുഴയിലാണ്, അപ്പൊ ആലപ്പുഴയിൽ നിന്ന് വൈക്കം റോഡ് വഴി കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റോഡിൽ കൂടെ പോയാൽ അധികം ബ്ലോക്ക് ഒന്നും ഇല്ല. നമുക്ക് ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ റോഡ് പണി നടക്കുന്നുണ്ട്, നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ തന്നെ ഇട റോഡ് കയറി പോയാലും അരൂരെത്തുമ്പോൾ നമ്മൾ ഹൈവേ കയറണം അല്ലേ, അല്ലാതെ നമുക്ക് പോകാനും പറ്റത്തില്ല. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും ബ്ലോക്കിൽ പെട്ടാലേ ഉള്ള കാര്യം കേട്ടോ. 4 മണിക്ക് അവൾ അവിടെ ഇറങ്ങുവാണെങ്കിൽ അതിനു മുമ്പെങ്കിലും നമ്മൾ അവിടെ എത്തണ്ടേ. എത്തിയില്ലെങ്കിലാ നമ്മൾ ഒരാളെ വിളിക്കാൻ പോകുമ്പോൾ നമ്മളെ കാത്ത് അവരിയ്ക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത്. പിന്നെ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ നേരത്തെ പോയി നിൽക്കും. അപ്പം അവരെ നമ്മൾ ആരെയാണേലും നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം തന്നെ കാണുമ്പോൾ ഓടിച്ചെന്ന് ഒരു ഹഗ്ഗിയലും ഒരു സന്തോഷവും ഒക്കെ ഇല്ലേ. അപ്പൊ അതൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായ നിമിഷങ്ങൾ, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെയുള്ള റോഡ് പണി കാരണം. റോഡ് പണിയെ കുറ്റം പറയാനും പാടില്ല. ഇടുങ്ങിയ റോഡാണേലും അതൊരു പ്രശ്നമായി മാറും. കാരണം വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി കൂടിയേക്കുവാണ്. അപ്പൊ റോഡിന് ഒരു വികസനം വേണം, കുറച്ചും കൂടെ വീതി കൂടണം. അപ്പൊ മാത്രമേ എല്ലാം ശരിയാകത്തുള്ളൂ. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. ഇതുപോലുള്ള എയർപോർട്ട് യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, കുറച്ച് നേരത്തെ ഇറങ്ങണം. ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, ഞാനും തസ്മീറും എൻ്റെ അനിയത്തിയുടെ മോളാണ് ഇരിക്കുന്നത് ശ്രേഷ്ഠ, പിന്നെ എൻ്റെ അനിയത്തിയാണ് ഇരിക്കുന്നത് ഷീജ. ഞങ്ങൾ 4 പേരും കൂടെയാണ് മോളെ വിളിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ എയർപോർട്ടിൽ പോകുമ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, ഞങ്ങളൊരു ബ്ലോക്കിലും പെടല്ലേന്ന്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതുപോലുള്ള യാത്രകൾ, അതായത് എയർപോർട്ടിലൊക്കെ പോകുന്നവർ കാണുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവര് ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങണം കേട്ടോ. ഇപ്പോഴത്തെ റോഡിന്റെ കണ്ടീഷൻ വെച്ചാണ് പറയുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. പലർക്കും ഇതുപോലെ ഫ്ലൈറ്റ് ഒക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ ഞങ്ങള് വളരെയധികം സന്തോഷത്തോടുകൂടി ഇങ്ങനെ പോവാണ്. മോള് വിളിച്ചപ്പോ തന്നെ ആദ്യം പറഞ്ഞത് എന്തുവാന്നറിയാമോ, മമ്മി എനിക്ക് വേണ്ടത് മറ്റേ നമ്മുടെ പായസം ഉണ്ടല്ലോ, അടപ്രഥമൻ, വലിയ അടയുടെ പായസവും കരിമീൻ ഫ്രൈയും വേണമെന്നാണ് പറഞ്ഞത്. കാരണം 1.5 വർഷമായി മീൻ കഴിച്ചിട്ട്. സാധാരണ അവള് മീൻ കൂട്ടിയ ചോറ് കഴിക്കാറുള്ളൂ കേട്ടോ. ആ വ്യക്തി എങ്ങനെ ഇത്രയും 1.5 വർഷം മീൻ കഴിക്കാതെ ജീവിച്ചെന്ന് എനിക്കൊരു ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നത്. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മീൻ കഴിക്കണം. അപ്പൊ മീനില്ലാതെ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ അവക്ക് ഞാൻ കരിമീൻ ഫ്രൈയും അവള് ആഗ്രഹിച്ച പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് ഒരേ ഒരു മോളാണ് ഉള്ളത്. മോളുടെ പേര് തസ്ബാന എന്നാണ് കേട്ടോ. പിന്നെ തസ്മീറിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചായ കുടിക്കണം. അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി നിർത്താൻ പോയപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതിന് എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ എപ്പോഴും ചായ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ ശീലം അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. രാവിലെയും വൈകിട്ടും ഒക്കെ കുറച്ച് ചായ കുടിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അവസാനം തസ്മീറിന്റെ ആ ഒരു ആവശ്യത്തിന് ഞങ്ങൾ തന്നെ വഴങ്ങി കൊടുക്കേണ്ടി വന്ന്. ഞങ്ങൾക്ക് ചായ കുടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ തസ്മീർ കുടിക്കാൻ കയറുമ്പോ നമ്മളും കുടിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ലിറ്റിലിന്, അതായത് നമ്മുടെ ശ്രേഷ്ഠയ്ക്ക്, അനിയത്തിയുടെ മോക്ക് നല്ല തണുത്ത വെള്ളം മതി എന്നാ പറയുന്ന സർബത്തും, ഞങ്ങൾക്ക് ചായയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. തസ്മീറിന്റെ മുഖത്തെ സന്തോഷം ചിരിയും കണ്ട. ചായ കുടിക്കാൻ പോകുന്ന ആ ഒരു സന്തോഷമാണ്. പിന്നെ ഷീജയ്ക്കും ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര ഗ്ലാസ് ചായ കൊടുത്താലും അവള് കുടിച്ചോളും. എനിക്ക് അങ്ങനൊന്നും അത്രയ്ക്ക് നിർബന്ധവും ഇല്ല. അഥവാ ആണെങ്കിൽ രാവിലെയും വൈകിട്ടും മാത്രമേ ഉള്ളൂ. ഒരാളിവിടെ മാസ്കും വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും കൊറോണ പോയിട്ടില്ല എന്നുള്ള ഒരു മനോഭാവമാണ് ഷാട്ടിക്ക്. അത് കാരണം എപ്പോഴും ഇതുപോലെ മാസ്ക് വെച്ചോണ്ടേ നടക്കത്തുള്ളൂ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചോണ്ട് നടക്കുന്ന പോലെയാണ് ഇപ്പം ശ്രേഷ്ഠ, അതായത് നമ്മുടെ ലിറ്റിലമ്മ ഇതുപോലെ മാസ്കും വെച്ച് നടക്കുന്നത്. ചായ കുടിക്കുമ്പോഴെങ്കിലും അതൊന്ന് ഊരണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ
ഊരിയാൽ ഭാഗ്യം. ഭാഗ്യത്തിനെ ഊരി ചായയൊക്കെ കുടിച്ചേട്ടാ. ചായ അല്ല, സോറി, അവള് കുടിച്ചത് വെള്ളമാണ്, ഞാൻ കോഫിയാണ് കുടിച്ചത്. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം എന്ന് വെച്ചാൽ തസ്മീർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ എവിടെ യാത്ര പോയാലും ഇതുപോലെ തസ്മീർ നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തി ഒരു 10-15 ചായ കുടിക്കാതെ നമ്മുടെ കൃത്യസ്ഥലത്ത് എത്തത്തില്ല. അഥവാ നമ്മൾ അതിനെതിരെ പറഞ്ഞ ആ ഒരു കാര്യത്തിന് ദേഷ്യം വരും. പിന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട, തലവേദന എടുക്കുന്നെന്നാ പറയുന്നത്. ചായ കുടിച്ചില്ല തലവേദന വരും. അങ്ങനെയുള്ള നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ദേഷ്യം വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയണത് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് അരൂരൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ ഇവിടെ ബ്ലോക്കിൽ പെട്ട്. ഇനി 2-3 സ്ഥലം കൂടെ ബ്ലോക്കിൽ പെടാതിരുന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും കേട്ടോ. പിന്നെ മോളെപ്പറ്റി പറയുകയാണെങ്കിൽ മോൾ ആദ്യം നമ്മുടെ ഉക്രൈനിലായിരുന്നു കേട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ 4ാം വർഷമാണ് ഇനി. അപ്പം ആദ്യം ഉക്രൈനിൽ പഠിച്ചപ്പോഴാണ് യുദ്ധം ഉണ്ടായത്. അങ്ങനെ യുദ്ധമൊക്കെ കണ്ടിട്ട് അവളെ മനസ്സൊക്കെ നമ്മളെപ്പോലൊന്നും അല്ല കേട്ടോ. കാരണം അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എല്ലാം കണ്ടു അറിഞ്ഞൊക്കെ വന്ന ഒരു കഥാനായികയായുണ്ട്. അവർക്ക് ഭയങ്കര ധൈര്യമാണ്. അപ്പൊ എന്നെ പോലെയൊന്നും അല്ല കേട്ടോ, ഞങ്ങള് ഫീരിക്കളാണ്. ഇതുപോലുള്ള ഓരോരുത്തരൊക്കെ നമ്മുടെ ഇതുപോലുള്ള വണ്ടി ബ്ലോക്കിലൊക്കെ പെടുമ്പോ എറണാകുളം ഭാഗത്തെത്തുമ്പോ വരാറുണ്ട്, നിങ്ങളും കാണുമല്ലോ. പിന്നെ നമ്മൾക്കറിയാം ചിലരൊക്കെ നമ്മളെ പറ്റിക്കുവാണെന്ന്. അപ്പൊ പറ്റിക്കുവാണെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തേക്കണം, അവരുടെ പ്രായത്തെ മാനിച്ച്. അതേ ഞാൻ പറയുന്നത്. കാരണം അധ്വാനിക്കാതെ ഇങ്ങനെ ആരോഗ്യമായിട്ട് നിൽക്കുന്നവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നണം, പക്ഷെ ഇതുപോലുള്ള പ്രായമുള്ളവരൊക്കെ കണ്ടാൽ നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തേക്കണം. കാരണം നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതും മൺമറഞ്ഞു പോയവരൊക്കെ കാണാം. അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് നമുക്കും ഈ പ്രായത്തിലുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നത് കൊടുത്തേക്കണം. അവർക്ക് ഒരു ചായയെങ്കിലും കുടിക്കാൻ അത് ഉപകാരപ്രദമാകും. അങ്ങനെ ഞങ്ങള് അതെ ബ്ലോക്കിലൊക്കെ പെട്ട് ഭാഗ്യത്തിന് ഒരു കുഴപ്പമില്ലാതെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇത് നമ്മുടെ ലുലുമാളെത്തി. ലുലുമാളൊക്കെ എത്തി കഴിഞ്ഞപ്പോ ഒരു ധൈര്യം ഉണ്ട്, ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താമല്ലോ എന്ന് കേട്ടോ. മോളിടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞത് കറക്റ്റ് 4 മണിയാകുമ്പോ എയർപോർട്ടിൽ എത്തുമെന്നാണ്. 3:30 ആകുമ്പോഴെങ്കിലും നമുക്ക് അവിടെ എത്തണം, എങ്കിൽ മാത്രമേ നമുക്കത് ശരിയാകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങള് ഭയങ്കര അധികം സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് അല്ലേ. നമ്മുടെ മക്കള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. മിക്ക മക്കൾക്കും അതൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരുവിധം അവര് വലുതായി കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ് അവരെ വളർത്തിയതെന്നും അവരെ നമ്മളെങ്ങനെയാണ് സ്നേഹിച്ചതെന്നും ഓർക്കാറില്ലത്. ഇങ്ങനെ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആ ഒരു ബീം കണ്ട് അപ്പോൾ ഒരാശ്വാസം അല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ല, മിക്ക മക്കളും ഓർക്കാറില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, നമുക്ക് അവര് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന്. അവരെത്ര വലുതായാലും അവരെത്ര വലിയ ഉയർന്ന പദവിയിലെത്തിയാലും ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കല്ലും. അത് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി, അവരുടെ ചെറുതിലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ. പിന്നെ മക്കളെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുകയും ചെയ്യണം. മിക്കവരും അവരുടെ ഒരു നല്ല സമയത്ത് സ്നേഹിക്കാതെ അവർക്കത് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ വലുതായി കഴിയുമ്പം ഞാൻ നിന്നെ സ്നേഹിച്ചു, ഞാൻ നിന്നെ നോക്കിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ സമൂഹത്തിൽ നടക്കുന്ന ഇതൊക്കെയാണ്. പിന്നെ മാതാപിതാക്കള് മക്കളെ നോക്കിയില്ലെങ്കിലും അവർക്കും ബാധ്യതയുണ്ട് അല്ലെ. ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മളെ നോക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളിതാ സമയം പോയത് അറിയില്ല, എയർപോർട്ടിന്റെ അകത്തോട്ട് കയറുവാണ് കേട്ടോ. അപ്പം ഭാഗ്യത്തിന് ഇടയ്ക്കൊന്നും എങ്ങും പെടാതെ തന്നെ നമ്മള് ബ്ലോക്കൊന്നും പെടാതെ കറക്റ്റ് 3:30 കഴിഞ്ഞപ്പോ എത്തി കേട്ടോ. അതെന്തായാലും വലിയ കാര്യമായി. ഇനിയിപ്പൊ അവള് നമ്മളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അവളെ കാത്തിരിക്കുക. എൻ്റെ ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പൊ നേരത്തെ വന്നങ്ങനെ പുറത്തെങ്ങനെ ഇറങ്ങി നിൽക്കുവാന്നുള്ള ഒരു പേടിയായിരുന്നു. ഒരു വിഷമവും ഉണ്ട്, പക്ഷെ അതൊന്നും ഉണ്ടാകത്തില്ല, അത് ഉറപ്പാണ്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മോളെ ചെറുതിലേ തന്നെ അവളോട് പറയുമായിരുന്നു, മോളെ നീ ഡോക്ടർ ആകണമെന്ന്. നമ്മളെല്ലാവരും കുഞ്ഞിലേ ഇങ്ങനെ പറയുമല്ലോ,
കൊച്ചുകുട്ടിയാകുമ്പോഴേ പറയും ആരാകണം, ഡോക്ടർ ആകണം, അല്ലെങ്കിൽ പറയും വേറെ എന്തെങ്കിലും എഞ്ചിനീയർ ആകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. വലുതായി വരുംതോറും അവരോട് ചോദിക്കുമ്പോഴും അവരങ്ങനെയൊക്കെ പറയും. മിക്കവരും ഒരു നല്ല ഒരു മെച്യൂരിറ്റി ആയി കഴിയുമ്പം അവരുടേതായ ഒരു തീരുമാനത്തിൽ നിന്ന് മാറിയിട്ട് അവര് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് മാറും അല്ലെ. പക്ഷെ എൻ്റെ മോക്ക് അതിൽ നിന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ ഞാൻ പിന്മാറി കേട്ടോ, ഇതുപോലെ ഡോക്ടറിനൊന്നും പഠിക്കണ്ട. അപ്പൊ മോള് പറയും അതെന്താ മമ്മി തന്നെയല്ലേ എന്നെ കുഞ്ഞിലേ പറഞ്ഞു പഠിപ്പിച്ചത് ഡോക്ടർ ആവണമെന്നും, എനിക്കത് കാരണം ഡോക്ടർ തന്നെ ആകണം, എൻ്റെ ആ ഒരു ലക്ഷ്യത്തിന് ഒരു മാറ്റമില്ല. പിന്നെ ഞാൻ എതിർത്തെങ്കിലും അവസാനം അവളുടെ ആ ഒരു തീരുമാനത്തിന് വഴങ്ങി അവളെ അങ്ങനെ വിദേശത്ത് തന്നെ ഇത് പഠിക്കാൻ വേണ്ടി വിട്ടു കേട്ടോ. ഇപ്പൊ എന്തായാലും ഭാഗ്യം കൊണ്ട് ഇവിടം വരെയൊക്കെ എത്തി. 4 വർഷമാണ് ഇനി ഇപ്പൊ ആയത്. ഇപ്പം എൻ്റെ ആഗ്രഹവും ഭാവിയിലേക്ക് നല്ലൊരു ഡോക്ടർ ആകണം, ഒരുപാട് പാവങ്ങളെങ്കിലും ചികിത്സിക്കുന്ന, ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ, ഒരുപാട് പേരുടെ കണ്ണീരൊക്കുന്ന ഒരു നല്ല ഡോക്ടർ ആയിരിക്കണം. ഏതൊരു രോഗിയുടെയും നല്ലൊരു ഡോക്ടറുടെ സമീപനം കൊണ്ട് അവരുടെ ഏതൊരു അസുഖവും ഭേദമാക്കാൻ കഴിയും അല്ലേ. ഒന്ന് തൊട്ട് തലോടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹത്തിലെ ഒരു ഡോക്ടർ കേട്ടോ. അങ്ങനെ ആയി തീരുമെന്നാണ് എപ്പോഴും എന്നോട് പറയുന്നത്. ഇനി എനിക്കറിയത്തില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ലേ നമ്മുടെ മക്കളാകത്തുള്ളൂ. അങ്ങനെ എനിക്ക് അത് കാരണം ഒരു സന്തോഷം, ഒരു ഡോക്ടറല്ലേ ആകുന്നതെന്ന്. പിന്നെ നമുക്കും അഭിമാനിക്കാം, നമ്മുടെ മക്കള് നല്ലൊരു രീതിയിൽ വളർന്നു വലുതായി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു പൊസിഷനിൽ എത്തുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ മക്കളും മനസ്സിലാക്കണം, എൻ്റെ പേരൻസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഈ ഒരു നിലയിൽ എത്തിച്ചത്. അപ്പൊ അങ്ങനെ ചിന്തിക്കാത്ത മക്കളും ഉണ്ട്. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല കേട്ടാ. എയർപോർട്ടിന്റെ അകത്തെത്തിയപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് നേരത്തെ വന്ന പോലൊന്നുമല്ല കേട്ടോ. ഞങ്ങളിങ്ങനെ കുറേ നേരം ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു. നമുക്ക് എവിടാണെന്നൊന്നും മനസ്സിലാകാത്ത ഒരു അവസ്ഥ. അപ്പം അവസാനം ഞങ്ങളിവിടെ എത്താറായെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് ഡൊമസ്റ്റിക്കിലാണ് വന്നത്, ഡൽഹിയിൽ എത്തിയിട്ടാണ് വന്നത് കേട്ടോ. ജോർജിയയിൽ നിന്ന് ഡൽഹിയിൽ എത്തിയിട്ട് പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കയറിയാണ് വന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്ന്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എന്തായാലും കുഴപ്പമില്ല, ഇവിടെ എന്തായാലും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. പിന്നെ ലഗേജൊക്കെ എടുത്തിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങി വരണം, അപ്പോഴത്തേക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ കിടന്ന ഒരു പരിവമായി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ കിടന്ന് കറങ്ങി ഞങ്ങളുടെ സമയം പോകുവാന്നൊന്നും അറിയത്തില്ല. അയ്യോ, കൊറേ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടക്കുവാണ് കേട്ടാ. അത് കാരണം ഇങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. നമ്മൾ ആരോ കണ്ടിട്ട് ഇത് കണ്ടോ, ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോ അവിടെ ഇല്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ വണ്ടി ഇങ്ങനെ ഫുള്ളായിട്ടൊക്കെ കിടപ്പുണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനും പറ്റുന്നില്ല. വണ്ടി ഇല്ലാത്ത സ്ഥലം ഗ്യാപ്പുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എവിടാ വരുന്നതെന്ന് നോക്കിയിട്ട് ആ ഭാഗത്തോട്ട് പോകണം. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തി. ആഗമനമൊന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ മാറി ഇങ്ങനെ നിൽക്കുവാണ്. ഇതാ വരുന്നു നമ്മുടെ കഥാപാത്രം. ആഹാ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയേട്ടാ. ഉക്രൈനിൽ നിന്ന് വന്നപ്പോ ഇതിനെക്കാട്ടി ക്ഷീണമായിരുന്നു. അനിയത്തി വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോ ഒരു സങ്കടം വന്നേട്ടാ. അവളെ ശരിക്കും ക്ഷീണിച്ച്, കാരണം മീനൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ക്ലാസ് ഒക്കെ രാവിലെ മുതൽ രാത്രി വരെ ആയതുകൊണ്ട് ഒരു നേരമൊക്കെ ഫുഡ് കഴിച്ചോണ്ടിരുന്നത്. അപ്പം എങ്ങനെ ഇത്ര നാള് തള്ളി നിൽക്കുന്നു പോലും അറിയത്തില്ല. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ കോഴ്സ് തീർന്നാൽ മതിയായിരുന്നു. നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, ഒരു MBBS ഒരു ഡോക്ടറിനൊക്കെ പഠിക്കുമ്പോൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിക്കുന്നതെന്ന്. ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ, ഒരുപാട് കഷ്ടപ്പാട്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയത് പഠിക്കുമ്പം ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങള് അവളെ വിളിച്ചോണ്ട് ഇവിടെ ഒരു കോഫി ഷോപ്പിന്റെ അകത്ത് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ലിറ്റിന് തസ്ബാനെ കിടമ്പോൾ ഭയങ്കര സന്തോഷം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തസ്ബാനെ. അതെ, ഇവിടുന്ന് എന്തെങ്കിലും ചായയോ സ്നാക്സ് ഒക്കെ കഴിക്കാന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കണ്ട ആ ഒരു സന്തോഷവും
എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഞാൻ അവളോട് പറയാം, കേരളത്തിൽ എത്തിയപ്പോ ആദ്യം കഴിക്കുന്ന അപ്പമാണ്, ഇതാണ് നമ്മുടെ കള്ളപ്പം കേട്ടാ. ഇങ്ങനെ എന്റെ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ച്. കാരണം കുറേ നേരമായിട്ട് ഫുഡ് കഴിക്കാതെ വന്നു, ഞാൻ ഡൊമസ്റ്റിക്ക് വന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. നിങ്ങളുടെ മക്കളൊക്കെ ഇതുപോലെ വരുമ്പോ നിങ്ങൾക്ക് ഇതുപോലെ സന്ദേശമാണ്. ഇത് വിഷമം വരും, സന്തോഷം വരും അല്ലെ. കാണുമ്പോ ഒരു സന്തോഷം, കുറെ നാൾക്ക് കൂടി നിന്ന് കാണുമ്പോ. പിന്നെ അവർ പോകുമ്പോ അതിനെക്കാട്ടിയും വിഷമം. ഇനി പഠിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെയും തിരിച്ച് എവിടെങ്കിലും വിദേശത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഈ മക്കളുമായിട്ടുള്ള ആ ഒരു അടുപ്പമൊക്കെ നമുക്ക് അങ്ങ് കുറെ, നമ്മുടെ അടുത്ത് നിൽക്കാൻ പോലും അവർക്ക് സമയം കാണത്തില്ലല്ലോ. ഡ്യൂട്ടിയും കാര്യങ്ങളും അവരുടേതായ ഒരു ജീവിത രീതിയൊക്കെ ആയിരിക്കും. അപ്പം ബാല്യകാലത്തും പിന്നെ കുറച്ചും കൂടെ ആകുമ്പോൾ നമുക്ക് അവര് നമ്മുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം നമുക്ക് അവരെ സ്നേഹിക്കാനും അവരെ അടുത്ത് നിൽക്കാനും അല്ലേ, നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. കുറച്ചൊക്കെ കഴിയുമ്പോൾ മക്കളെല്ലാം വലുതായി കഴിയുമ്പോൾ അവർ പുറത്തോട്ട് പോയി കഴിയുമ്പോൾ, അഥവാ പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ പഠിപ്പും കാര്യമായിട്ട് അവരുടേതായ ഒരിതായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് ഇതുപോലെ സ്നേഹിക്കാനോ അതിനൊന്നും നമുക്ക് അടുത്ത് പോലും കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങള് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അവൾ കള്ളപ്പൊക്കെ കഴിച്ച് ഞങ്ങള് വണ്ടിയിലോട്ട് ലഗേജൊക്കെ വെക്കാൻ പോവാണ്. എന്ത് തന്നെയാണേലും വീട്ടിൽ ചെന്നിട്ട് ആദ്യം തന്നെ അവർക്ക് ഇഷ്ടമുള്ള മറ്റേ അടപ്രഥമൻ പായസവും കരിമീൻ ഫ്രൈ ഒക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. എന്നോട് പറഞ്ഞൊക്കെ വേറെ ഒന്നും വീട്ടിലുണ്ടാക്കില്ല മമ്മി, മീൻ മാത്രം മതിയെന്നാണ്. ഇപ്രാവശ്യം പോകുമ്പോഴെങ്കിലും കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു വിടണം, അത്യാവശ്യം കുക്ക് ചെയ്ത് കഴിക്കാനുള്ള. നേരത്തെ ഒന്നും അതൊന്നും പറ്റിയില്ലായിരുന്നു. മോക്കും ഒരു ചാനലുണ്ട് കേട്ടോ, ചാനലിന്റെ പേര് തസ്ബാനാസ് ഡയറി എന്നാണ്. നിങ്ങള് ആ ചാനലിൽ കയറി അവളുടെ വീഡിയോ ഒക്കെ കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അവിടുത്തെ യൂണിവേഴ്സിറ്റിയും ക്ലാസ്സും പിന്നെ പ്രാക്ടിക്കലും എല്ലാം ആ വീഡിയോസിലുണ്ട്. പിന്നെ ജോർജിയയിലെ ഒരുപാട് വേറിട്ട കാഴ്ചകളും. അങ്ങനെ ഞങ്ങള് ഒരുപാട് ഹാപ്പി ആയിട്ട് ഇനി നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. നേരത്തെ ഞങ്ങൾ പോയപ്പോ 4 പേരേ ഉള്ളായിരുന്നു, ഇപ്പൊ 5 പേരായിട്ടാ. അവള് ടയേർഡാണ് കേട്ടോ, ഭയങ്കര അധികം ക്ഷീണമാണ്. ഇതിനെ കണ്ടപ്പം ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മോളെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.